പഠിച്ച് പഠിച്ച് കണ്ണ് തള്ളിയിട്ടും റാങ്ക് ലിസ്റ്റിൽ വരാൻ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പാവം ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചുകൊണ്ട് PSC ഓഫീസിൽ നടത്തിയ ഇടതുമുന്നണി സർക്കാരിന്റെ ബന്ധുനിയമനങ്ങളുടെ ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഷ്ടപ്പെട്ട് ലൈബ്രറിയിലും കോച്ചിംഗ് സെന്ററിലും രാപ്പകലില്ലാതെ തലപുകച്ചിരിക്കുന്ന സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളുടെ നെഞ്ചത്തടിച്ചുകൊണ്ടാണ് യോഗ്യതയും മാനദണ്ഡങ്ങളും പൂർണ്ണമായി നോക്കുകുത്തിയാക്കി ഇടതുമുന്നണി ഭരണകാലത്ത് തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ പിൻവാതിലിലൂടെ തിരുകി കയറ്റിയത്. നിലവിൽ കൃത്യമായ റാങ്ക് പട്ടിക നിലനിൽക്കുമ്പോഴാണ് PSC ഓഫീസിലെ 10 ഓഫീസ് അറ്റൻഡന്റ് തസ്തികകൾ പ്രത്യേകമായി മാറ്റി നിശ്ചയിച്ച് പൂർണ്ണമായും കരാർ ജീവനക്കാരുടേതാക്കി മാറ്റിയിരിക്കുന്നത്. ഈ വഴിവിട്ട നിയമനങ്ങളിൽ ഭൂരിഭാഗവും സ്വന്തമാക്കിയിരിക്കുന്നത് പാർട്ടിയുടെയും ഉന്നതരുടെയും ഏറ്റവും അടുത്ത ആളുകളാണ് എന്നുള്ളതാണ് വിരോധാഭാസം. ഇതിൽ ഒന്നാമത്തെയാൾ മറ്റാരുമല്ല, സാക്ഷാൽ PSC ചെയർമാന്റെ സ്വന്തം ഡ്രൈവറുടെ ഭാര്യയാണ്. മറ്റൊരാൾ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന നവകേരള യാത്രാ മർദ്ദന കേസിലെ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ സഹോദരനാണ്, അഥവാ സ്വന്തം അളിയൻ. കഷ്ടപ്പാട് എന്തെന്നറിയാത്ത ഈ ഗൺമാന്റെ അളിയനാണ് ഇപ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലെ മറ്റ് ഓഫീസ് അറ്റൻഡന്റുമാരെ നിയന്ത്രിക്കാനും അവരെ ഭരിക്കാനുമുള്ള പ്രധാന ചുമതല കൂടി നൽകിയിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോഴാണ് ഈ അട്ടിമറിയുടെ ആഴം മനസ്സിലാകുന്നത്. ഈ വിചിത്രമായ നടപടി കാരണം ഉത്തരവുമായി ബന്ധമുള്ള ചില പ്രധാന സെക്ഷനുകൾ പോലും അടച്ചിടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ കോഴിക്കോട് സ്വദേശിയായ ഒരു CPM പ്രവർത്തകന് ജോലി നൽകിയിരിക്കുന്നത് സർവീസ് സംഘടന ഭരിക്കുന്ന സൊസൈറ്റികൾക്ക് കീഴിലെ ക്യാന്റീനിലാണ്. ഓഫീസ് അറ്റൻഡന്റുമാരുടെ ലിസ്റ്റ് അട്ടിമറിച്ചാണ് ഇയാൾക്ക് കൃത്യമായി ശമ്പളം നൽകുന്നതെന്ന ആക്ഷേപവും ഇപ്പോൾ ശക്തമാണ്. ഇതിലൊന്നും തീരുന്നില്ല ഇവരുടെ വിപ്ലവ മോഡൽ തൊഴിലുറപ്പ് പദ്ധതി. സഹകരണ സൊസൈറ്റിയിലെ ഇടത് യൂണിയൻ നേതാവിന്റെ സഹോദരി പുത്രനെ PSCയിൽ ഡ്രൈവറായും അയാളുടെ സ്വന്തം സഹോദര പുത്രനെ ഓഫീസ് അറ്റൻഡന്റായും യാതൊരു ഉളുപ്പുമില്ലാതെയാണ് തിരുകി കയറ്റിയിരിക്കുന്നത്. പാർട്ടിയുടെ മുഖപത്രത്തിലെ ഒരു ജീവനക്കാരന് അഡീഷണൽ എന്ന നിലയിൽ PSC പ്രസിദ്ധീകരണത്തിന്റെ രൂപകൽപ്പന ചുമതല കൂടി വെള്ളിത്താലത്തിൽ വെച്ച് നൽകിയിട്ടുണ്ട്. ഇതിനായി മാത്രം പ്രതിമാസം 22,000 രൂപയാണ് ഖജനാവിൽ നിന്ന് ഇയാൾക്ക് പ്രതിഫലമായി ഒഴുക്കുന്നത്. 9 വർഷങ്ങൾക്ക് മുൻപ് PSC ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിൽ റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാതിരുന്ന സമയത്ത് തുടങ്ങിയതാണ് വേണ്ടപ്പെട്ടവരെ കരാർ ജീവനക്കാരായി എടുക്കുന്ന ഈ പരിപാടി. സെക്രട്ടേറിയറ്റിലും PSCയിലും ലോക്കൽ ഫണ്ട് ഓഡിറ്റിലും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലുമൊക്കെ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക് പൊതു റാങ്ക് പട്ടിക നിലവിലുണ്ടായിട്ടും അതിൽ നിന്നൊന്നും നിയമനം നടത്താതെ പാവങ്ങളെ വഞ്ചിക്കുകയാണ് ഇവർ ചെയ്തിരുന്നത്. പകരം ഓരോ വർഷവും ഈ വേണ്ടപ്പെട്ടവരുടെ മാത്രം കരാർ പുതുക്കി നൽകി അവരെ നിലനിർത്തി പോന്നു. നിയമപ്രകാരം ഏതൊരു കരാർ നിയമനവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രമേ നടത്താവൂ എന്നുള്ള കർശന സർക്കാർ ഉത്തരവ് നിലനിൽക്കെയാണ് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വഴിവിട്ട ബന്ധുനിയമന മേള കൊഴുപ്പിക്കുന്നത്. ഇതിനെയെല്ലാം ചോദ്യം ചെയ്യാൻ PSC കമ്മിറ്റിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ആകെയുള്ള 16 അംഗങ്ങളും LDF നോമിനികളാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ എന്ത് അഴിമതിയും അട്ടിമറിയും നടന്നാലും യോഗങ്ങളിൽ യാതൊരുവിധ എതിർപ്പുമില്ലാതെ എല്ലാം ഐക്യകണ്ഠേന പാസ്സാകും. അഭിമുഖങ്ങൾക്ക് മാർക്കിടുന്നതും പരസ്പര ധാരണ പ്രകാരമാണ് നടക്കുന്നത്. ഈ വലിയ ക്രമക്കേടുകൾ പുറത്തു വന്നതിനു ശേഷം ചേർന്ന PSC യോഗത്തിൽ അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SP കൈമാറാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അത് ഒതുക്കി തീർക്കാൻ പരീക്ഷാ കൺട്രോളറെയാണ് ചെയർമാൻ ആദ്യം അന്വേഷണം ഏൽപ്പിച്ചത്. ഇത് പുറത്തറിഞ്ഞതോടെ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ MR ബൈജുവിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും അന്വേഷണം ആഭ്യന്തര വിജിലൻസിനെ തന്നെ ഏൽപ്പിക്കാനും തീരുമാനിച്ചു. ഇടത് നോമിനികളായ അംഗങ്ങൾ പോലും അവസാനം ചെയർമാനെതിരെ നിലപാടെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ തൊഴിലന്വേഷകരുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും എത്രത്തോളം ക്രൂരമായാണ് ഈ ഭരണ സംവിധാനം ചവിട്ടിമെതിച്ചത് എന്നതിന്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വസ്തുതകൾ. പാവപ്പെട്ട ഒരു കർഷകന്റെയോ കൂലിപ്പണിക്കാരന്റെയോ മകൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കമിളച്ച് ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുമ്പോൾ പാർട്ടിയുടെ കൊടിയും പിടിച്ച് നേതാക്കളുടെ പിന്നാലെ നടക്കുന്നവർക്കും അവരുടെ ഡ്രൈവർമാർക്കും ഗൺമാൻമാർക്കും അവരുടെ അളിയന്മാർക്കും യാതൊരുവിധ പരിചയമില്ലാതെ പിൻവാതിലിലൂടെ ജോലി നൽകുന്നത് എന്ത് വിപ്ലവത്തിന്റെ പേരിലാണ് ന്യായീകരിക്കാൻ കഴിയുക? നവകേരള യാത്രയിൽ നാട്ടുകാർക്ക് നേരെ മർദ്ദനം അഴിച്ചുവിട്ട കേസിലെ പ്രതിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ സഹോദരന് PSC ഓഫീസിൽ അറ്റൻഡന്റുമാരെ ഭരിക്കാനുള്ള വലിയ ചുമതല ലഭിക്കണമെങ്കിൽ ഇവിടെ ഭരിച്ചിരുന്നത് ജനകീയ സർക്കാരായിരുന്നില്ല, മറിച്ച് ശുദ്ധമായ ബന്ധുജന സംരക്ഷണ സർക്കാരാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ പൂർണ്ണമായും നോക്കുകുത്തിയാക്കി നിയമനങ്ങളുടെ സുതാര്യത കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തിയ ഇത്തരം കൊള്ളരുതായ്മകൾ കേവലം ഒരു തസ്തികയിൽ ഒതുങ്ങുന്നതല്ല.
മറിച്ച് ആ ഭരണകൂടത്തിന്റെ മൊത്തത്തിലുള്ള ജീർണതയുടെ അടയാളമാണ്. ഒരു വശത്ത് യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നു എന്ന് വലിയ രീതിയിൽ പരസ്യം നൽകുകയും മറുഭാഗത്ത് സ്വന്തം പാർട്ടിക്കാരുടെയും നേതാക്കളുടെയും കുടുംബാംഗങ്ങൾക്ക് മാത്രം പൊതുമുതൽ വീതം വെച്ച് നൽകുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. സെക്രട്ടേറിയറ്റും AG ഓഫീസും പോലുള്ള പരമോന്നത സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്താൻ പൊതു റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോഴാണ് ഇത്തരം അഴിമതികൾ നടത്തിയത് എന്നത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. ആ ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താതെ ഓരോ വർഷവും സ്വന്തം ആളുകളുടെ മാത്രം കരാർ പുതുക്കി നൽകുന്നതിലൂടെ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി കടന്നുപോകാനും അവരുടെ ജീവിതം വഴിമുട്ടിക്കാനും മാത്രമേ ഇത് ഉപകരിക്കൂ. PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെയാണ് അവർ തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി തകർത്തെറിഞ്ഞിരിക്കുന്നത്. കമ്മിറ്റിയിലുള്ള 16 അംഗങ്ങളും ഒരേ രാഷ്ട്രീയ മുന്നണിയുടെ നോമിനികളാകുമ്പോൾ അവിടെ ജനാധിപത്യപരമായ ചർച്ചകളോ സുതാര്യമായ പരിശോധനകളോ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. പരസ്പരം മാർക്കുകൾ വീതം വെച്ചും സ്വന്തക്കാർക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തും ഈ സ്ഥാപനത്തെ ഒരു പാർട്ടി ഓഫീസാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ക്രമക്കേടുകൾ പുറത്തു വന്നപ്പോൾ പോലും അത് മൂടിവെക്കാൻ പരീക്ഷാ കൺട്രോളറെ ഉപയോഗിച്ച് ഒരു സമാന്തര അന്വേഷണം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ചെയർമാൻ ശ്രമിച്ചത്. എന്നാൽ സ്വന്തം മുന്നണിയിലെ അംഗങ്ങൾ പോലും ഈ നാണം കെട്ട അഴിമതിയെ ഇനി ന്യായീകരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് ആഭ്യന്തര വിജിലൻസിന് അന്വേഷണം കൈമാറാൻ അവർ തയ്യാറായത്. ഇത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് കേരളത്തിലെ തൊഴിലന്വേഷകരായ ലക്ഷക്കണക്കിന് യുവാക്കളുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. അർഹതയുള്ളവന് ജോലി നൽകാതെ സ്വന്തക്കാരെ തിരുകിക്കയറ്റുന്ന ഈ പ്രവണതയൊക്കെയാണ് ഇടതുമുന്നണിക്ക് തിരിച്ചടിയായത്. ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള പൗരന്മാരുടെ വിശ്വാസം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികൾ ഇനി മുതൽ PSC എന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് വായിക്കുന്നതിന് പകരം പാർട്ടി സർവീസ് കമ്മീഷൻ എന്ന് തന്നെ തിരുത്തി പഠിക്കുന്നതായിരിക്കും അവരുടെ മാനസികാരോഗ്യത്തിന് നല്ലത്. യോഗ്യതയുള്ളവർ തെരുവിൽ അലയുമ്പോൾ പാർട്ടിയുടെ പിൻബലമുള്ളവർ അധികാരത്തിന്റെ തണലിൽ വിഹരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമോ എന്നത് പുതിയ സർക്കാരിന്റെ വരും ദിവസങ്ങളിലെ ഭരണത്തിൽ നിന്നും കണ്ടറിയേണ്ടതുണ്ട്. സ്വന്തം ചോര നീരാക്കി പഠിച്ചുണ്ടാക്കുന്ന റാങ്കുകൾ നേതാക്കളുടെ, ഡ്രൈവർമാരുടെയും ഗൺമാന്മാരുടെയും അളിയന്മാർക്ക് വീതം വെച്ച് നൽകാനുള്ളതല്ല എന്ന ബോധം ഈ ഭരണാധികാരികൾക്ക് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടറിയാം. പാവപ്പെട്ടവന്റെ സ്വപ്നങ്ങളെ ചവിട്ടിമെതിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകാത്ത പക്ഷം മാറി മാറി വരുന്ന ഇടത് വലത് ഭരണകൂടം ഈ നാടിനെ പൂർണ്ണമായും അവരുടെ പാർട്ടി സ്വത്താക്കി മാറ്റുമെന്നതിൽ യാതൊരു സംശയവുമില്ല.